എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും ഒരു വ്ളോഗുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് ആണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള കുട്ടിയാണ് കേട്ടോ. പണ്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ ഒപ്പമായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു, 10th നിറച്ച് കോഴിയുണ്ട്. അപ്പോൾ അവളുടെ മാരേജ് ആണ് ഇന്ന്. അപ്പോൾ നമ്മളുടെ ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡി ആവണം. നമുക്ക് 11:30ക്കാണ് മുഹൂർത്തം ഉള്ളത്. അപ്പോൾ ഒരു 11 മണി കഴിയുമ്പോഴത്തേനും ചെല്ലണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വേഗം പോയിട്ട് റെഡി ആയിട്ട് വരാം. ഹലോ, അപ്പോൾ ഞാൻ റെഡി ആയി കഴിഞ്ഞോട്ടെ. അപ്പോൾ സമയം 11 മണി ആയിട്ടുണ്ട്. 11:30ക്കാണ് മുഹൂർത്തം. അതിന് മുന്നേ അവിടെ നമുക്ക് എത്തണം. ഞാൻ പുതിയൊരു ഹെയർ സ്റ്റൈലൊക്കെ പരീക്ഷിച്ച് നോക്കിക്കോളാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഹെയർ സ്റ്റൈലൊന്നും മാറ്റി കെട്ടാനുള്ള നേരമൊന്നുമില്ല. വിഷ്ണു എത്തിയിട്ടുണ്ട്. വിഷ്ണു ഫോണിലാണ്. അപ്പോൾ എൻ്റെ ചേച്ചി വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവൾ റെഡി ആവണം. അതിന് മുന്നേ 2-3 ഫോട്ടോ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പം ഞങ്ങളങ്ങനെ എല്ലാവരും കൂടെ പോകണ്ട. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നേരം വൈകി 11 മണി കഴിഞ്ഞില്ലേ. ഇവിടെ ഒരു 5 മിനിറ്റ് നമുക്ക് നടക്കാനുള്ളൂ കേട്ടോ അമ്പലം എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം എന്തായാലും നടക്കട്ടെ. ചേച്ചീൻ്റെ പുതിയ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ള ചുരിദാർ. ഞാൻ അവളുടെ ടോപ്പാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ ആദ്യം ഒരു സ്കേർട്ടും ടോപ്പ് ഇടണമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെങ്കിൽ അത് നടന്നില്ല. അവസാനം ഞാൻ ഇതിട്ടു. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് കഷ്ടിച്ച് 5 മിനിറ്റ് ദൂരെ ഉണ്ടായിരുന്നുള്ളൂ നമ്മളുടെ അമ്പലത്തിലേക്ക്. അപ്പോൾ കല്യാണപ്പെണ്ണ് റെഡി ആയിട്ട് കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു ടൈമിലല്ലേ പെണ്ണിനെ മണ്ഡപത്തിലേക്ക് വിളിക്കുള്ളൂ. അതുവരെ 5 വണ്ടീൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മളുടെ പെണ്ണിൻ്റെ അമ്മയും അതുപോലെ അനിയത്തിയും കസിൻസ് എല്ലാവരും കൂടെ ചെറുക്കൻ്റെ വീട്ടുകാരെ താലം കൊണ്ട് ഒഴിഞ്ഞു കൊണ്ടുവരുന്നൊരു ചടങ്ങായിരുന്നു കേട്ടോ. അപ്പം ഞാനും ചേച്ചിയൊക്കെ നോക്കി അത് കണ്ട് മാറി നിൽക്കുമായിരുന്നു. ഈ സമയം ആയപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ. കല്യാണപ്പെണ്ണിൻ്റെ അനിയത്തിനെ നമ്മൾ കണ്ടു കിട്ടിയിരിക്കുകയാണ്. സുന്ദരി കുട്ടികൾ സാരി കൊടുത്ത് റെഡി ആക്കി കേട്ടോ. പിന്നെ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പം നമ്മളുടെ കല്യാണ ചെറുക്കനും ഫാമിലി എല്ലാവരും ഫ്രണ്ടിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കല്യാണ ചെറുക്കൻ്റെ പേര് സുവിൻ എന്നാണ്. ഞങ്ങളുടെ സ്കൂളിൽ സീനിയറായിട്ട് പഠിച്ച ചേട്ടനായിരുന്നു കേട്ടോ. അപ്പോൾ പണ്ട് മുതൽ നമുക്ക് സുവിനെണ്ണ അറിയായിരുന്നു. അപ്പോൾ അടുത്തതായിട്ട് കല്യാണ പെണ്ണിനെ കൊണ്ടുവരുന്ന ചടങ്ങാണ് കേട്ടോ. കസിൻസും അനിത്യമാരെല്ലാവരും കൂടെ താല ഒഴിഞ്ഞിട്ട് കല്യാണ പെണ്ണിനെ കൊണ്ടുവരുന്ന ചടങ്ങായിരുന്നു. നല്ല ഭംഗിയായിട്ട് അഞ്ജുവിനെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് അനശ്വരിയാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മിക ബ്രൈഡൽസ് എന്നാണ് അവളുടെ ഇൻസ്റ്റാ പേജിൻ്റെ പേര്. നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവളുടെ സാരി ഡ്രൈപ്പ് ചെയ്തതും അതുപോലെ തന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര നാച്ചുറൽ ഫിനിഷിലാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പെണ്ണും ചെറുക്കനും വേദിയിലേക്ക് അവർ രണ്ടാളും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കല്യാണത്തിൻ്റെ പരിപാടികളൊക്കെ ആരംഭിച്ചു. മുഹൂർത്തമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ 5 സുവിനേണ്ണ ഒരു തുളസിമാലയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സുവിനേണ്ണ നേരെ താലി കെട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചരടിൽ ഇങ്ങനെ താലി കെട്ടൂലേ, നമ്മളുടെ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെയുള്ള മണ്ഡപമാണ് കേട്ടോ. അവിടെ നിന്നാണ് താലി കെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അഞ്ജുവിൻ്റെ സുവിനേണ്ണയ്ക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന സുവിനേണ്ണ സിസ്റ്ററാണ്, ചേച്ചിയാണ് എല്ലാം കാര്യങ്ങളൊക്കെ പിടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചരട് കെട്ടിയതിന് ശേഷം പിന്നെ നേരെ താലിമാലയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ റിംഗ് എക്സ്ചേഞ്ച് ആയിരുന്നു കേട്ടോ. എൻഗേജ്മെൻറ്റ് ടൈമിൽ ഇവർ റിംഗ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സുവിനേട്ടന് ഒരു ബ്രേസ്ലെറ്റ് ഇട്ട് കൊടുക്കാണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ അഞ്ജുവിൻ്റെ പിഞ്ചുവിൻ്റെ ഒക്കെ ബ്രദർ സുവിനേട്ടന് മാലിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ സിന്ദൂരം ചാർത്തുന്ന ചടങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യം നല്ല ടൈമും കാര്യങ്ങളും എടുക്കുന്നുണ്ടായിരുന്നു. കാരണം അവിടെ ക്യാമറാമാൻ നല്ല സൂപ്പറായിട്ട് വീഡിയോയും ഫോട്ടോസൊക്കെ പിടിക്കുമായിരുന്നു. പിന്നെ നേരെ വലിയ പൂമാല ഇട്ട് കൊടുക്കുന്ന ചടങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അവരിങ്ങനെ ഇടുന്ന പോലെ ആക്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നേരെ ഇതുപോലെ 3 വട്ടം വലം വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അഞ്ജുവിൻ്റെ കൈയൊക്കെ പിടിച്ച് അഞ്ജും സുവിനേട്ടനും കൈയൊക്കെ പിടിച്ചിട്ട് നേരെ വലം വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഷ്ടകാലത്തിന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല പോലെ മഴ പെയ്തു. ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര തിരക്കാണ്. വിശന്നൊരു വീതായി. അങ്ങനെ കുറച്ച് നേരത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം എനിക്കും ചേച്ചിക്കും സീറ്റ് കിട്ടിയിട്ട് ആദ്യമേ വിഷ്ണുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു സീറ്റ് കണ്ടപ്പോൾ അവനോട് ചാടി കയറി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഞങ്ങൾക്കും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷം നല്ല അടിപൊളി സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കറികളും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കുശാലായിരുന്നു. നമ്മുടെ രസം, സാമ്പാർ, അവിയൽ, തോരൻ, പപ്പടം, അച്ചാർ, പച്ചടി, കിച്ചടി അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് സദ്യ കഴിച്ച് എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകുമ്പോഴാണ് അവിടെ ഗംഭീര ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുമായിരുന്നു. ഹലോ ഗായ്സ്, അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞാനും എൻ്റെ ചേച്ചിയും കൂടെ പോകുന്നു കേട്ടോ. പായസം ഞങ്ങൾ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തന്നെ വീട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ പായസം വീട്ടിൽ പോയിട്ട് വിശദമായിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ പായസം കൂടെ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ അമ്മച്ചിക്ക് കുഞ്ഞച്ചൊക്കെ ടേസ്റ്റൊക്കെ കൊടുക്കാം.
അവിടെ പരിപാടിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഫോട്ടോഷൂട്ടിലാണ് ചെറുക്കനും പെണ്ണും. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകുന്നു. ഉച്ചേൻ്റെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേച്ചിക്ക് ഓണത്തിൻ്റെ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിലെത്തിയിട്ട് പായസമൊക്കെ കുടിച്ചൊന്ന് ആസ്വദിക്കട്ടെ. നല്ല ടേസ്റ്റുള്ള പായസമാണ്, അടപ്രഥമനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. മഴയും പെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇനി കാണിക്കാനില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വന്നതാണ്. ടാറ്റാ, ബൈ.